കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഏഴര ശനി എന്നെ പറ്റിയാണ്. ഇപ്പം ഏഴര ശനി അനുഭവിക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ജനിച്ച കൂറിൻ്റെ 2-ലും 12-ലും ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനി എന്ന് പറയും. അതായത് ജനിച്ച കൂർ ഇപ്പം മകരത്തിലാണ് ശനി നിൽക്കുന്നത്, ഇല്ലേ? അപ്പം ജനിച്ച കൂറിൻ്റെ മകരക്കൂറിൻ്റെ 2-ലും, അതായത് അടുത്ത കുംഭക്കൂറിൽ 2-ലും 12-ലും ഒരു 12, അതിൻ്റെ പുറയിലുള്ള കൂർ, അതായത് ധനുക്കൂർ. ഇപ്പം മകരക്കൂറിലല്ലേ ശനി. അപ്പം ജനിച്ച കൂറിൻ്റെ 2-ലും 12-ലും ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനി എന്ന് പറയും. ഏഴര ശനി 1.5 കൊല്ലമാണ്. അപ്പം ഏഴര ശനിക്കാലത്ത് ശനിദോഷം അനുഭവിക്കുന്നവര് അതിൻ്റെതായ ആ ശനീശ്വരൻ്റെ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ഏഴര ശനിയുടെ ദോഷങ്ങൾ ഇവർ അനുഭവിക്കും. അപ്പം മകരൻ രാശിയിൽ നിൽക്കുന്ന ശനി ചാരവശാൽ ഇത് ചാരവശാലാണ് ഈ ഏഴര ശനി ഒക്കെ വരുന്നത്. അപ്പോൾ ഗോചരവശാൽ വരുന്ന ഈ ഏഴര ശനി ഇപ്പം ശനി മകരൻ രാശിയിലേക്കാണ്. അപ്പം മകരൻ രാശിക്കാർക്കും അതേപോലെ തന്നെ അത് കഴിഞ്ഞു പോയ ധനുരാശിക്കാർക്കും ഇനി വരാനിന്ന കുംഭൻ രാശിക്കാർ ഏഴര ശനി സമയമാണ്. കാരണം 1.5 കൊല്ലം വേണമല്ലോ. ശനി ഒരു രാശിയിൽ 2.5 കൊല്ലമാണ് നിൽക്കുന്നത്. അപ്പോൾ 1.5 കൊല്ലം ആകണം. അപ്പോൾ ധനു മുതൽ കുംഭം വരെ 2.5 വർഷം വെച്ച് കൂട്ടിയാൽ 7.5 കൊല്ലം. അപ്പോൾ 7.5 ശനി. ഇനി കുംഭൻ രാശി വിട്ടു പോയാലും മാത്രമേ 7 ശനി ദോഷം ഇവർക്കും മാറുള്ളൂ. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മകരക്കൂറിൻ്റെ 2-ാം കൂറ്, അതിലെ നക്ഷത്രം 2-ാമത്തെ കൂറ്, അതായത് കുംഭം രാശിയിൽ ആ നക്ഷത്രം അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലാണ് ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം. അവർക്കിപ്പോൾ ഏഴര ശനിയാണ്. അതേപോലെ തന്നെ മകരത്തിൽ ഉള്ള നക്ഷത്രക്കാർ മറ്റൊന്ന് 12-ാം കൂർ, കഴിഞ്ഞുപോയ മകരൻ രാശിയുടെ കഴിഞ്ഞുപോയ ധനുരാശി. ആ ധനുക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ ആരാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇവർക്കും ഏഴര ശനി സമയമാണ്. അപ്പം ഈ ഏഴര ശനി സമയം ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞ പോലെ ഏത് ശനിയാണെങ്കിലും, കണ്ടക ശനിയാണെങ്കിലും, ഏഴര ശനിയാണെങ്കിലും, അഷ്ടമ ശനിയാണെങ്കിലും ഒക്കെ ദോഷങ്ങളെല്ലാം ഒരുപോലെയാണ്. നമുക്ക് പല വിധത്തിലുള്ള ദോഷങ്ങൾ ഏഴര ശനി ദോഷം കൊണ്ടുണ്ട്. അതുപോലെ ചില ഗുണങ്ങളും ഏഴര ശനിക്കാലത്ത് കിട്ടും. ഏഴര ശനി ചിലപ്പോൾ പോകുന്ന പോക്കിൽ നമുക്കൊരു തട്ട് തന്നു വരും. അല്ലെങ്കിൽ ശനിയുടെ വരവോടുകൂടി തന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു തട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പോകുമ്പോൾ ഗുണമുണ്ടാകുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശനീശ്വരന് പരിഹാരം ചെയ്യണം. ശനീശ്വരന് പരിഹാര പൂജകൾ ചെയ്താൽ ഈ ഏഴര ശനി എന്നുള്ള ദോഷത്തിൽ നിന്ന് നമുക്ക് പരിഹാരം കിട്ടും. ശനീശ്വരന് എള്ളുതിരി കത്തിക്കുക, ശനീശ്വരൻ നീരാഞ്ജനം കത്തിക്കുക, ശനീശ്വര പൂജ നടത്താം. അതേപോലെ തന്നെ പക്കപ്പിറന്നാളിന് ശനീശ്വരന് എള്ളുപായസം നിവേദ്യം കൊടുക്കാം. ശനിക്ക് നീലപ്പട്ടോ കറുത്തപ്പട്ടോ ദാനം ചെയ്യാം. അങ്ങനെ ശനിക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാം. ഇത് വെറുതെ കൊണ്ടുവന്ന് എള്ളുതിരി കത്തിച്ചിട്ട് കാര്യമില്ല. എള്ളുതിരി കത്തിക്കുന്നതിന് ഒരു ഇതുണ്ട്, അതേപോലെ കത്തിക്കണം. ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പലരും എള്ളുതിരി കത്തിക്കുന്ന കാണാം. കാരണം എള്ളുതിരി മേടിച്ചിട്ട് അവരത് കത്തിച്ചിട്ട് ആ തട്ടേ കൊണ്ടുവന്ന് മുമ്പിൽ ഇരിക്കുന്ന ആ തട്ടേ കൊണ്ടുവന്ന് വെച്ചിട്ട് തൊഴുതട്ട് സലാം പറഞ്ഞ് പോണ പോലെ ഒരു പോക്കാണ്. എന്താ ഗുണം അതുകൊണ്ട്? ഒരു ഗുണമില്ല. അതുകൊണ്ട്
നിങ്ങൾ എള്ളുതിരി മേടിച്ച് കയ്യിൽ കത്തിച്ച് പിടിച്ച് കയ്യിൽ ഇങ്ങനെ വെച്ചാൽ കൈയൊന്നും പൊള്ളൂല, ആകത്ത് കിഴി കെട്ടിയതാണ്. ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ശനീശ്വരനെ കാണിച്ചുകൊണ്ട്, ഭഗവാനെ ശനീശ്വര, എൻ്റെ ശനി ദോഷങ്ങളെല്ലാം, അതായത് കണ്ടകശനിയാണെങ്കിൽ കണ്ടകശനി ദോഷങ്ങളെല്ലാം, ഏഴര ശനിയാണെങ്കിൽ എൻ്റെ ഏഴര ശനി ദോഷങ്ങളെല്ലാം, എൻ്റെ അഷ്ടമശനിയാണെങ്കിൽ അഷ്ടമശനി ദോഷങ്ങളെല്ലാം, എൻ്റെ ജന്മശനിയാണെങ്കിൽ എൻ്റെ ജന്മശനി ദോഷങ്ങളെല്ലാം ഈ എള്ളുതിരി കത്തുന്നത് പോലെ, ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ എൻ്റെ ശനിദോഷങ്ങളും കത്തിത്തീർന്നു പോണേ ഭഗവാനെ ശനീശ്വര എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. എന്നാൽ ഫലം കിട്ടും. അല്ലാതെ ഒരു വഴിപാട് പോലെ കൊണ്ടുവന്ന് ഒരു എള്ളുതിരി മേടിച്ച് കത്തിച്ച് അവിടെ വെച്ചിട്ട് പോയി സലാം പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിന് ഫലം ഉണ്ടാവും. അതുപോലെ എള്ളുതിരി കത്തിക്കുക, അതേപോലെ നീരാഞ്ജനം കത്തിക്കുക, പിന്നെ അതേപോലെ തന്നെ എള്ള് പായസം പക്കപ്പിറന്നാളിന് ശനീശ്വരന് കൊടുക്കുക. പിന്നെ ശനിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ദാനധർമ്മങ്ങളാണ്. അപ്പൊ ആ ദാനധർമ്മങ്ങൾ ശനീശ്വരന് ചെയ്യാം. ശനീശ്വരനല്ല, ശനീശ്വരന് പ്രീതികരമായിട്ട് ആക്കാണ് കൊടുക്കേണ്ടത്, അവർക്ക് കൊടുക്കുക. അതായത് വൃദ്ധരായവർക്ക് അന്നദാനത്തിനുള്ള പൈസ കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാവുന്നവന് ഭക്ഷണം കൊടുക്കുക, ഒരു ചായ മേടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യാം, ചെരുപ്പ്, കൊട ഇതൊക്കെ ദാനം ചെയ്യാം. ഇതൊക്കെ ശനീശ്വരന് പ്രീതികരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്താൽ ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന ആ നക്ഷത്രക്കാർക്ക് അതിൻ്റെതായ ആ ശനീശ്വരൻ്റെ പ്രീതി കിട്ടും. നിങ്ങളുടെ ദോഷത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനവും ഉണ്ടാവും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.